മാഷെ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മാഷെ, അയോധ്യയിലെ ധ്വജാരോഹണം നടത്തിയ സമയം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു അത്. അപ്പോൾ ഒരുപാട് പുരോഹിതന്മാരെയും ആചാര്യന്മാരെയും ഒക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അത് ചെയ്തത് പോലും. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോദി നടത്തിയിട്ടുള്ള ഒരു പരാമർശം, അതായത് ഇനി എല്ലാ ലോകം മുഴുവനും രാമ രാജ്യത്തിലേക്ക് വരും എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പക്ഷേ അതിനെതിരെ ഇപ്പോൾ പാകിസ്ഥാൻ വരികയാണ്. പാകിസ്ഥാൻ UN-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യയെ നിയന്ത്രിക്കണം എന്നുള്ളത്. എന്തിനാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റുമായിട്ടൊക്കെ ഈ സമയത്ത്? ഇതൊരു എന്താ പറയാ, ഇരട്ടത്താപ്പല്ലേ ഇത്? അല്ല, പാകിസ്ഥാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന് മതിയായിട്ടില്ല. പാകിസ്ഥാൻ ഒരു നാറ്റക്കേസായിട്ട് പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ആളുകൾ വെറുക്കുകയും അറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പദമായിട്ട് മാറിയില്ലേ. ഭീകരവാദികളെ പോറ്റി വളർത്തുക, എന്നിട്ട് നേർക്ക് നേരെ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ കെൽപ്പില്ലാതെ ഈ വളഞ്ഞ വഴിക്ക് ഭീകരവാദികളെ ഇരുട്ടിൻ്റെ മറവിൽ കയറ്റി വിടുക. എന്നിട്ട് അവർ തോറ്റോടി ഈ മരിച്ചു വീഴുമ്പോൾ മാത്രം വീരരക്തസാക്ഷികളായിരുന്നു എന്ന് പറയുക. അതാണല്ലോ അവരുടെ പൊതു രീതി. അതാണല്ലോ മതത്തിൻ്റെ പേര് രാജ്യം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ മതവും ഇല്ലാതാവുക, രാജ്യവും ഇല്ലാതാവുക. ഒരു ആധുനിക രാജ്യത്തിൻ്റെ കൺസെപ്റ്റിലേക്ക് കഴിഞ്ഞ 77 കൊല്ലം കൊണ്ട് ഇന്ത്യയോടൊപ്പം വളർന്നു വരേണ്ട ഒരു രാജ്യത്തിന് ഇന്നും ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ എവിടെയും എത്താൻ പറ്റാതെ പോവുക. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന വികാരം, പാകിസ്ഥാൻ എന്ന വികാരം ഇന്ത്യക്കകത്താകെ കത്തിച്ചിട്ടാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചത്. അധികം വൈകാതെ പാകിസ്ഥാൻ എന്നത് കിഴക്കും പടിഞ്ഞാറും പോയിട്ട് കിഴക്കൻ പാകിസ്ഥാൻ ആദ്യം പോയി. ഇപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് ബാക്കിയുള്ളത്. അതിൻ്റെ സ്ഥിതി എന്താ? അവിടെ പാകിസ്ഥാൻ അല്ലാത്തൊക്കെ ഉണ്ട്. അവിടെ ബലൂചിസ്ഥാൻ ഉണ്ട്, അവിടെ നമ്മൾ പറയാറില്ലേ കാശ്മീരി ഉണ്ട്, അവിടെ ഈ പഷ്തൂണിസ്ഥാൻ ഉണ്ട്, അവിടെ സിന്ധിസ്ഥാൻ ഉണ്ട്, അവിടെ പഞ്ചാബിസ്ഥാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പാകിസ്ഥാൻ മാത്രമില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതെ പോയ ഒരു അബദ്ധത്തിൻ്റെ ഒരു അബദ്ധ പഞ്ചാംഗമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ചെയ്തത് മുഴുവനും, സ്വപ്നം കണ്ടത് മുഴുവനും അബദ്ധമായി തീർന്നൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഇപ്പോൾ അവർക്ക് ആകെ പറയാനുള്ളത് ഇന്ത്യക്കെതിരെ വല്ലതും കിട്ടിയാൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയാൻ അവസരമുണ്ടോ, ഇന്ത്യയെ നാണം കെടുത്താൻ എന്ന രീതിയിൽ അവർ പറയും തോറും അവർ നാണം കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ധ്വജാരോഹണം എന്ന് പറയുന്നത്? എന്താ, ഈ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കി. അതിൻ്റെ പഴയ ചരിത്രമൊക്കെ ഇന്ത്യക്കകത്ത് തീർന്നതാണ്. ഇന്ത്യക്കാർ തമ്മിൽ സ്വാഭാവികമായിട്ടും അയൽക്കാർ തമ്മിലുണ്ടാകുന്ന അതിർത്തി തർക്കം പോലെ, സ്വത്ത് തർക്കം പോലെ ഒരു കേസാണ്, ഒരു സിവിൽ കേസാണ്. അത് പിന്നീട് രാഷ്ട്രീയമായി, തീർച്ചയായിട്ടും രാഷ്ട്രീയമായി അതിനകത്ത് സാംസ്കാരികമായ ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ട് രാഷ്ട്രീയക്കാരത് ഉപയോഗിക്കും. അത് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇസ്ലാമിന് വേണ്ടിയും വാദിച്ചിട്ടുണ്ട്. അത് വാദിക്കേണ്ട കാലത്ത് കേസ് ലിറ്റിഗേഷന് പോയി, കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് പോയി, അന്തിമ വിധി വന്നു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി വിധിച്ചു, ശ്രീരാമക്ഷേത്രം നിലനിന്ന തർക്കഭൂമിയിൽ പണ്ട് പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി തകർക്കപ്പെട്ടു, ഒക്കെ ക്രിമിനൽ കുറ്റമാണ്, അതൊക്കെ തെറ്റാണ്. പക്ഷേ ഇനി എന്ത്, അവിടെ ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് എന്ന് വിശ്വാസം നിലനിൽക്കുമ്പോൾ അതിൻ്റെ തെളിവൊന്നും ആരും ചോദിക്കുന്നില്ല. കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിന് തെളിവ് ചോദിക്കരുത്, വിശ്വാസത്തെ മാനിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ശ്രീരാമൻ എന്ന ദൈവത്തിൻ്റെ ജന്മഭൂമിയാണ് അത് എന്ന് കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഏക മാർഗ്ഗം അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഒരു ബാബരി മസ്ജിദ് എന്ന പേരിൽ ബാബറുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. അത് ഒരു പള്ളിയാണ്, ആ പള്ളിക്ക് കൊടുക്കേണ്ട ആദരവും കൊടുക്കുക. ആ പള്ളിക്ക് കൊടുക്കേണ്ട ആദരവ് ആ ഭൂമിക്ക് തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ അതിനേക്കാളും മികച്ചൊരു പള്ളി, അവിടെ തകർക്കപ്പെട്ട പള്ളിയേക്കാൾ എത്രയോ മികച്ച ഒരു പള്ളി, ലോകോത്തരമായൊരു പള്ളി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെയൊക്കെ മേൽനോട്ടത്തിൽ തൊട്ടപ്പുറത്ത് നിർമ്മിച്ചു കൊടുക്കുക. തർക്കം തീർന്നല്ലോ. അത് നല്ല വിധിയായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ ആ ക്ഷേത്രം പൂർത്തിയായി, അത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുഴുവൻ പണിയും പൂർത്തിയായിട്ടൊരു കമ്മീഷൻ ചെയ്യലുണ്ട്, ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ. അതിനാണ് നരേന്ദ്രമോദി വന്നത്. അപ്പോഴാണ് എല്ലാ പണിയും പൂർത്തിയായപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കുംഭഗോപുരത്തിൻ്റെ മുകളിൽ, ഏറ്റവും ഉയർന്ന ഗോപുരത്തിൻ്റെ, എന്തായാലും പറയാം, ഗോപുരത്തിൻ്റെ മുകളിലാണ് ആ കൊടി ഉയർത്തിയത്. 22 അടിയോ അല്ലേ, വലിയ ത്രികോണാകൃതിയിലുള്ള 22 അടി നീളമുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു കാവിക്കൊടി. അതിനകത്ത് 22 അടി നീളവും 11 അടി വീതിയുമുള്ള. അതെ, 2:1 ആണ്. അതില് പതാകയില് സൂര്യൻ, ഓം ലിപി, കവിതാര വൃക്ഷത്തിന്റെ ചിത്രം, അധികാരവൃക്ഷത്തിന്റെ ചിത്രം എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അത് ബുദ്ധൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിൽ ഉടനീളമുണ്ട് നമ്മളെ ഇതിലൊക്കെ ഉണ്ട്. ഈ പിന്നെ നമ്മുടെ എന്തായിരുന്നു, ഈ ആയുർവേദത്തിൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു ചിഹ്നമാണത്. അധികാരത്തിൻ്റെ മാത്രമല്ല സംസ്കാരത്തിൻ്റെ കൂടി ചിഹ്നമാണ്. അതുകൊണ്ട്
സൂര്യഭഗവാന്റെ ചിത്രമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഓങ്കാരമുണ്ട്. അതൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മുദ്രയായിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഉയർത്തി അദ്ദേഹം. 108 സന്യാസിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ പ്രമുഖരും അതിൽ സാക്ഷികളായി. അപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയൊരു ഗംഭീരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗം അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രവും സംസ്കാരവും ഒക്കെ ഒന്ന് ചേർത്ത് വായിക്കണം. അതിനൊക്കെ ഇവർക്ക് നേരം വേണം. ഈ ആരാൻ്റെ നെഞ്ചത്ത് എവിടെയെങ്കിലും ഇരുട്ടത്ത് കത്തിയിറക്കാൻ അവസരം കാത്തിരിക്കുന്ന പാകിസ്ഥാന് മനസ്സിലാവാഞ്ഞിട്ടാണ്. പാകിസ്ഥാൻ ഇത് മനസ്സിലാവാത്തത് അവരുടെ, ഞാൻ പറയാറുണ്ട്, ജനിതക വൈകല്യം കൊണ്ടാണ്. അത് ജനറ്റിക്കലി ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയില്ലേ, അതൊരു രാജ്യത്തിന് വന്ന രക്ഷയില്ല. അങ്ങനെ ഒരു രാജ്യവും ലോകത്ത് രക്ഷപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്തപ്പോ സംഭവിച്ചത്? അതിൽ മോദിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, മോദി പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇന്ന് ഇന്ത്യ അതിൻ്റെ സംസ്കാരത്തിലെ 500 കൊല്ലത്തെ കടം വീട്ടുകയാണ്. അപ്പോൾ 500 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് സംശയിക്കേണ്ട കാര്യം, ചരിത്രബോധം മാത്രം മതി. 1525 ഈ പള്ളി നിർമ്മിച്ചതെന്നാണ് തർക്കം. അവിടെ ബാബരി മസ്ജിദ്, രാമന്റെ ജന്മഭൂമിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കേന്ദ്രത്തിൽ അന്നത് ബോധപൂർവ്വം ആവണമെന്നില്ല, അറിഞ്ഞോ അറിയാതെയോ ബാബറുടെ കാലത്ത് 1525 ആണ് ആ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അന്ന് മുതലാണ് തർക്കം. രാമജന്മഭൂമി ഇവിടെയാണ്. അവിടെ കുറെ കാലം ഈ ഒരുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒരുപോലെ ആരാധിച്ചിരുന്നല്ലോ ആ ദേവാലയത്തിൽ. അന്ന് പിന്നീട് അത് തർക്കം, ഒന്ന് സഹവർത്തിത്വത്തിൻ്റെ ഒരു നീണ്ട കാലം, അത് കഴിഞ്ഞിട്ട് ക്രമേണ അത് തർക്കത്തിൻ്റെ കാലമായി. പള്ളിയാണോ ക്ഷേത്രമല്ല, ഇത് ക്ഷേത്രം തന്നെയാണ് എന്ന വാദം വന്നു. പിന്നീട് അത് ഈ പള്ളിയുടെ മെമ്പറിൽ വിഗ്രഹങ്ങൾ ആരോ കൊണ്ടുവച്ചു എന്ന ആരോപണം നെഹ്റുവിൻ്റെ കാലത്താണ്, 49 കാലത്ത്. പിന്നെ പള്ളി അടച്ചിട്ടു, ദീർഘകാലം അടച്ചിട്ടു. തർക്കഭൂമിയായി കേസ് വന്നു. ആ കേസുകളാണ് അലഹാബാദ് ഹൈക്കോടതി, പിന്നീട് സുപ്രീം കോടതി, അങ്ങനെ പോവാണ് കേസുകൾ. ഒടുവിൽ തീരുമാനമായതാണ്. തീരുമാനമായപ്പോഴാണ് വിധി വന്നത്. അപ്പോൾ 1525 ഒരു നിർണായക വർഷമാണ്. 1525 ഈ പൊട്ടന്മാർക്ക് കണക്കറിയുമെങ്കിൽ ഒന്ന് കൂട്ടി നോക്കൂ. 1525 + 500 എത്രയാ? 2025. നരേന്ദ്രമോദി അബദ്ധം പറഞ്ഞല്ല, മനസ്സിലായില്ലേ? 1525ഉം 500ഉം 2025, അത് ഈ വർഷമാണ്. അപ്പൊ കൃത്യം 500 കൊല്ലത്തെ ഒരു കടം ഇതാ ഇന്ത്യ വീട്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട്, വെറുതെ പറയുന്നതല്ല. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ, അതും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട മുഹൂർത്തത്തിൽ ടങ് സ്ലിപ്പ് പോലെ അബദ്ധം പറയൂ, അല്ലെങ്കിൽ വായി തോന്നിയ കണക്ക് പറയൂ. അതെങ്കിലും ഓർക്കണ്ടേ ഈ മണ്ടന്മാര്. അപ്പൊ അതാണ് 500 കൊല്ലത്തെ കണക്ക്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ആവേശപൂർവ്വം ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനി അങ്ങോട്ട് ഇന്ത്യയും എന്നുവെച്ചാൽ രാജ്യവും ലോകവും ശ്രീരാമനിൽ മുഴുകും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ശ്രീരാമന്റെ സംസ്കാരത്തിലേക്ക്, വിശ്വഗുരു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. മാത്രമല്ല ശ്രീരാമന്റെ സംസ്കാരത്തിലേക്ക് ലോകം വരും. എന്താ ശ്രീരാമന്റെ സംസ്കാരം? അത് ഈ പാകിസ്ഥാനികൾക്ക് മനസ്സിലാവില്ല. കാരണം അവർക്കത് മനസ്സിലാവുമെങ്കിൽ അവർ ഇന്ത്യ വെട്ടിമുറിച്ച് രണ്ട് രാജ്യം ഉണ്ടാക്കില്ല. ഈ ശ്രീരാമന്റെ സംസ്കാരം എന്താ? ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലേ? അന്നത്തെയും അറിവിനെയും ബഹുമാനിക്കണം. അതാണല്ലോ ഈ പശുവിനെ ആരാധിക്കണം എന്നൊക്കെ പറയുന്നത്. അക്കാലത്തെ ഒരു കാർഷിക സമൂഹത്തിൽ കൃത്യമായി പറഞ്ഞ അന്നത്തെ ആരാധിക്കണം, അന്നത്തെ ബഹുമാനിക്കണം എന്നാ. ബ്രാഹ്മണനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു അന്തർജനത്തിന്റെ ഗർഭത്തിൽ പിറന്ന ഏതെങ്കിലും മനുഷ്യനെ ആരാധിക്കണം എന്നല്ല, ബഹുമാനിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അറിവിനെ ബഹുമാനിക്കണം എന്നാ. ബ്രഹ്മം അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചസാരങ്ങളെ അറിഞ്ഞവൻ, അവനാണ് ബ്രഹ്മാവ്, അവനാണ് ബ്രാഹ്മണൻ. അവനെ ആദരിക്കണം എന്നാ പറഞ്ഞതിൻ്റെ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരിത്തിരി തലക്കകത്ത് ആൾപ്പാർപ്പ് വേണം. അതാണ് ഇതിൻ്റെ കാര്യം. അത് മനസ്സിലാവാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത്, കണ്ടോ ഇനി അങ്ങോട്ട് ഇന്ത്യ രാമനിൽ മുഴുകുന്നു പറഞ്ഞ അർത്ഥം എന്താണ്? അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ഇതെന്തോ രാമനെ കൊണ്ടുവന്ന് എന്താ മുക്കി ഏതോ ഒരു, ഇപ്പോൾ നമ്മൾ പുഴയിലോ കടലിലോ മുക്കുന്നത് പോലെ, റോഹിംഗ്യ മുസ്ലിങ്ങളെ മുക്കിക്കൊല്ലുന്നത് പോലെ മുക്കിക്കൊല്ലുന്നവരുടെ വിചാരം അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന. 2, ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരത്തെ മുഴുവനും തുടച്ചു നീക്കുമെന്നാണ് ആ പ്രഖ്യാപനം. അങ്ങനെ എവിടെ വരാനാണ്? ഒരു കാര്യം ഓർത്തു നോക്കൂ, എന്ന് പറയുന്നതിന് ധർമ്മരാജ്യം എന്നാണ് പറയുക. അപ്പൊ പൂർണ്ണമായിട്ടും ധർമ്മത്തിലൂടെ പോകുന്ന ഒരു രാജ്യം അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇവന് മനസ്സിലാവാത്ത എന്താ? മക്കത്തെ പള്ളി എന്ന് പറയുന്നത്, മക്കയിലെ പള്ളി പ്രവാചകന്റെ ജന്മഭൂമിയിലെ പള്ളിയാണ്. അപ്പള്ളിക്ക് തുല്യമായ ഭൂമിയിൽ ഒരു പള്ളി ഉണ്ടാവുമോ? ആ പള്ളി മക്കയിൽ, ആ പള്ളി സൗദി അറേബ്യയിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു.
ആ ക്ഷേത്ര നഗരി പ്രസിദ്ധമായി തീരുന്നു. ആ ക്ഷേത്ര നഗരി ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഒരു നഗരമായി തീരും. അതിനെന്താ തർക്കമുള്ളത്? അതിനെന്തിനാണ് പാകിസ്ഥാൻ ബേജാറാവുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ ജെറൂസലേമിലെ പള്ളിയുടെ മഹത്വം വേറെ ഏതെങ്കിലും പള്ളിക്ക് ജൂതന്മാർ കൽപ്പിക്കുമോ? അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഈ സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ സിഖുകാർക്ക് വേറെ അതിന് തുല്യമായൊരു ദേവാലയമില്ല. അങ്ങനെ കണ്ടാൽ പോരെ അതിനെ? അങ്ങനെ കാണാൻ പറ്റണ്ടേ? അങ്ങനെ കാണുന്നതല്ലേ സംസ്കാരം എന്ന് പറയുന്നത്. അത് ഈ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വർത്തമാനമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. UN-നോട് അടിയന്തരമായി ഇന്ത്യയിൽ ഇടപെടണം. എന്തിനാ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരാണ് മോദിയുടെ പ്രസ്താവന. രണ്ട്, രാമനെ ഇന്ത്യയെ കൊണ്ടുപോയി രാമനിൽ മുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുക്കിക്കൊല്ലും എന്നാണ്. മൂന്ന്, ഒരു ശ്രീരാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഇന്ത്യയുടെ 500 കൊല്ലത്തെ കടം വീട്ടിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ ഈ 500 കൊല്ലത്തെ പാരമ്പര്യം ആരുടേതാണ്? അത് മുഗൾ പാരമ്പര്യവും ഇസ്ലാമിക പാരമ്പര്യവുമാണ്. അത് രക്ഷിക്കാൻ ആരുണ്ട്? അത് രക്ഷിക്കാൻ UN ഇടപെടണം. ഇന്ത്യ വലിയ വലിയ ക്രൈസിസിലാണ് എന്നൊക്കെയാണ് ഈ ഭീകരന്മാർ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കിയാണ്. അവരവരുടെ രാജ്യത്തെ പ്രശ്നം തീർക്കാൻ കഴിയാത്തവരാണ് എക്സാക്ട്ലി നമ്മുടെ രാജ്യത്തെ ഈ വിഷയത്തിലേക്ക് വരുന്നത്. രൺധീർ ജയ്സ്വാൾ പറഞ്ഞ മറുപടി ഒറ്റ വാക്യത്തിലാണ്: പ്രിയപ്പെട്ട പാകിസ്ഥാൻ, ദയവായി അങ്ങയുടെ അകത്തേക്ക് നോക്കൂ എന്നിട്ട് പറയുന്ന. നിങ്ങൾ തൽക്കാലം ഇന്ത്യയുടെ കാര്യം, ലോകത്തിൻ്റെ കാര്യം, ഐക്യരാഷ്ട്രസഭയുടെ കാര്യവും ലോകത്തിലെ 193 രാജ്യങ്ങളുടെ കാര്യം ഒന്ന് തീർക്കുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ട പക്കികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്കും നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഏത് സംസ്കാരമുണ്ട്? നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും അഭിമാനത്തിൻ്റെ ഒരു സ്തംഭം? വേറൊന്നും വേണ്ട. നമ്മൾ സർദാർ പട്ടേലിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയതിന് തുല്യമായ ഒരു മോണിമെൻറ്റ് ചരിത്രത്തോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? പാകിസ്ഥാൻ ആരുടെയൊക്കെ ഭൂമിയാണ്? തക്ഷശില ആലോചിച്ച് നോക്കൂ. സംസ്കാരത്തിൻ്റെ ഭൂമിയാണ്. വെട്ടിമുറിച്ച് പോയപ്പോൾ പോയിന്നേ ഉള്ളൂ. എന്തെല്ലാം നളന്തയും തക്ഷശിലയൊക്കെ ഉണ്ടായിരുന്നു, പകുതി അവിടെയാണ്. സിന്ധു നാഗരികത, നദീതട സംസ്കാരം, അത് അവിടെയാണ്. നിങ്ങൾ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ടല്ലോ. നിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നോക്കിക്കോളും. ബാബരി മസ്ജിദ് പ്രശ്നം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ കൂടി സമ്മതത്തോടെ സന്തോഷത്തോടെ തീർക്കാൻ പറ്റിയെങ്കിൽ ഇന്ത്യക്ക് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റാത്ത പണിയാണത് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് നോക്കൂ. നിങ്ങൾക്ക് ഇതുവരെ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി ഒരു മനുഷ്യൻ്റെ പേര് പറയും. ഒരു മനുഷ്യൻ്റെ, ഒരു ദേവാലയത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാനുണ്ടോ? അതുകൊണ്ട് മിണ്ടിപ്പോകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. രൺധീർ ജയ്സ്വാൾ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും, ഹിന്ദു മുസൽമാനും ഒന്നും ഭേദമില്ലാതെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും അവരോട് നാവടക്കടോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.